അലക്സാണ്ടർ ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. മനസ്സിൽ ഭാവന എഴുതൊറുക്കുന്നത് എപ്പോഴെന്നറിയില്ല. നോക്കി നോക്കി നിൽക്കെ സങ്കല്പ ലോകത്തിലേക്ക് കടന്നുപോകും. പ്രതിമകൾ ചലിക്കുന്നതായി തോന്നും, പ്രേതങ്ങളെ കാണും, പ്രവചനാത്മകമായ ചില സ്വപ്നങ്ങളും കാണും. ജീവിതം, മരണം, യാഥാർത്ഥ്യം, സ്വപ്നം, സ്വത്വം ഇവയിലൂടെ സന്ദേഹങ്ങൾ സമ്മാനിച്ച് കടന്നുപോവുകയാണ് വിഖ്യാത ചലച്ചിത്രകാരൻ ബർഗ്മാൻ സംവിധാനം ചെയ്ത ഫെനി ആൻഡ് അലക്സാണ്ടർ. ഒരു മരണം മാറ്റിമറിച്ച ജീവിതങ്ങളുടെ കഥ, ഒരു ജീവിതം മാറ്റിമറിച്ച സ്വപ്നങ്ങളുടെയും. ഒരു ക്രിസ്മസ് രാത്രി, സ്വീഡനിലെ ഒരു കൊച്ചു പട്ടണം, നക്ഷത്രങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വഴികൾ. ലോകമെങ്ങും എന്ന പോലെ ആ പട്ടണവും ഉറങ്ങാതിരിക്കുകയാണ്. അവിടെ ഒരു കുടുംബ സദസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. എഗ്ദൽ എന്ന പേരിൽ പ്രശസ്തമായ ആ കുടുംബത്തിലെ നായിക ഒരു കാലത്ത് ഉയരങ്ങൾ കീഴടക്കിയ നടി ഹെലനയാണ്. അവരുടെ മക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും എല്ലാം ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കെങ്കേമമായി നടക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാൻ. കലാകാരന്മാരും രസികന്മാരും ഉന്മാദികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു അപൂർവ കുടുംബ സമ്മേളനം. പല പ്രായക്കാർ, പല തരക്കാർ, ആകെ കൂടി ഉത്സവമായി. വിധവയായ ഹെലനയ്ക്ക് മക്കൾ 3. ശൃംഗാരപ്രിയനും തമാശക്കാരനുമായ ഗുസ്തവ് അഡോൾഫാണ് ഇളയവൻ. ചെറുപ്പക്കാരിയായ വേലക്കാരിയാണ് അയാളുടെ ദൗർബല്യം. ഭാര്യ അൽമയ്ക്കും ഇക്കാര്യം അറിയാം, പക്ഷെ അവളത് ഗൗനിക്കാറില്ല. രണ്ടാമൻ പ്രൊഫസർ കാൾ. ആളൊരു കുടിയനാണ്. ഒരു പ്രൊഫസർ എന്ന നിലയിൽ തികഞ്ഞ പരാജയം. ജർമ്മൻകാരിയാണ് ഭാര്യ ലിഡിയ. ഹെലനയുടെ മൂത്ത മകനും തിയേറ്റർ ഉടമയും അറിയപ്പെടുന്ന നടനുമായ ഓസ്കാറാണ് ഇപ്പോ ആ കുടുംബത്തിന് നെടുന്തൂൺ. അഭിനയം ഒഴിഞ്ഞ വേളയിൽ അല്പം അന്തർമുഖത്വമുള്ള ഓസ്കാറിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണ് ഭാര്യ എമിലി. അവളും ഒരു അറിയപ്പെടുന്ന നടിയാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും ഗ്ലാമറും ഇനിയും കൈവിട്ടിട്ടില്ലാത്ത സുന്ദരി. ഓസ്കാറിന്റെയും എമിലിയുടെയും മക്കൾ 10 വയസ്സുകാരൻ അലക്സാണ്ടറും 7 വയസ്സുകാരി ഫെനിയും. അവരാണ് നമ്മുടെ കഥാനായകർ. അവരുടെ കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, അനുഭവങ്ങളിലൂടെയാണ് പ്രേക്ഷകൻ ഈ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അലക്സാണ്ടർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അവന്റെ മനസ്സിൽ ഭാവന എഴുതൊറുക്കുന്നത് എപ്പോഴെന്നറിയില്ല. നോക്കി നോക്കി നിൽക്കെ സങ്കല്പ ലോകത്തിലേക്ക് കടന്നുപോകും. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കാണും, കേൾക്കാൻ പറ്റാത്തത് കേൾക്കും, മരിച്ചുപോയവരുടെ പ്രേതങ്ങളുമായി സംസാരിക്കും. പ്രവചനാത്മകമായി ചില സ്വപ്നങ്ങളും കാണും. അടുത്ത നിമിഷം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. അതൊക്കെ കുടുംബത്തിലുള്ളവരോട് വിവരിക്കും. അവരൊക്കെ പേടിച്ചു വരയ്ക്കും. ഫെനിക്ക് ഇത്തരം കുഴപ്പമൊന്നുമില്ല. അവൾ ഒരു പാവം. പക്ഷെ ചേട്ടന്റെ പിന്നാലെ സദാ നിഴൽ പോലെ ഉണ്ടാകും. ഏത് കാര്യത്തിനും ഒപ്പം കാണും. ക്രിസ്മസ് ആഘോഷത്തിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായിട്ടുള്ള മറ്റൊരു കുടുംബ സുഹൃത്തും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. പുരാവസ്തു വ്യാപാരിയും ജൂതനുമായിട്ടുള്ള ഐസക് ജക്കോബി. എഗ്ദൽ കുടുംബത്തിന്റെ അഭ്യുദയകാംക്ഷിയായിട്ടുള്ള അയാൾ ഹെലൻ അമ്മൂമ്മയുടെ പൂർവ്വകാല കാമുകൻ കൂടിയാണ്. മാത്രമല്ല ഹെലന്റെ ഭർത്താവിന്റെ ഉറ്റ ചങ്ങാതിയുമായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം മാനസികമായി ഏകാന്തത അനുഭവിക്കുന്ന ഹെലന് ഒരല്പം ആശ്വാസം കിട്ടുന്നത് ഐസക്കുമായി സംസാരിക്കുമ്പോഴാണ്. കുട്ടികൾ അയാളെ വിളിക്കുന്നത് അങ്കിളെ എന്നാണ്. അല്പം ചില മാന്ത്രിക വിദ്യകളൊക്കെ ഐസക്കിന്റെ പക്കലുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ അയാളെ ഇത്ര പ്രിയം. എഗ്ദൽ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഹെലൻ അമ്മൂമ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആഹ്ലാദം, ചിരി, കൊച്ചുവർത്തമാനങ്ങൾ, അതിന്റെ ഇടയിലും നെടുവീർപ്പുകൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, ഏറെ നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ ആവേശം. ഹെലന് ക്രിസ്മസ് ഒരു നൊമ്പരമാണ്. പ്രൊഫസർ കാളിനാണെങ്കിൽ കുടിച്ചു പൂസാകാനുള്ള വേള. കുട്ടികൾക്ക് കളിചിരി, ഉല്ലാസ പൂത്തിരിമേളം. വർണ്ണങ്ങളുടെയും മേളങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ആ നക്ഷത്രരാവ് തൊട്ടടുത്തുള്ള പള്ളിയിലെ കുർബാനയോടുകൂടി അവസാനിക്കുന്നു. എഗ്ദൽ കുടുംബത്തിന്റെ ജീവിത പശ്ചാത്തലവും സ്നേഹത്തിന്റെ ഇടയഴുപ്പവും അസംഖ്യം കഥാപാത്രങ്ങളുടെ സ്വഭാവ വൈചിത്യങ്ങളും ഈ ഒരു ക്രിസ്മസ് ഒത്തുചേരലിലൂടെ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാനും മാസങ്ങൾക്കപ്പുറത്തേക്കാണ് കഥ നീങ്ങുന്നത്. ഒരു നാടക റിഹേഴ്സലിനിടയിൽ തളർന്നു വീഴുകയാണ് ഓസ്കാർ. അല്പം കഴിഞ്ഞ് വീണ്ടു കിട്ടിയ പാതി ബോധത്തിലിരുന്നു കൊണ്ട് അയാൾ ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ്? നിങ്ങളൊക്കെ എന്തിനാണ് ചുറ്റും കൂടി നിൽക്കുന്നത്? അഭിനയത്തിനിടയിൽ ബോധം കെട്ടതാ. അഭിനയിക്കുകയോ? ഞാൻ എന്തിനാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം പറയാനില്ലാത്ത ചോദ്യം. ജീവിതത്തിന്റെ അന്ത്യരംഗവും അഭിനയിച്ച് തീർത്തുകൊണ്ട് ഓസ്കാർ യാത്രയാവുകയാണ്. അതിന് സാക്ഷികളായി എമിലി, ഹെലൻ, ഫെനി, അലക്സാണ്ടർ. എഗ്ദൽ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെ എല്ലാം ചങ്ക് തകർക്കുന്നതായിരുന്നു ആ അന്ത്യയാത്രാ രംഗം. ഓസ്കാറിന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ പതറിപ്പോയത് അലക്സാണ്ടർ ആയിരുന്നു. ഫെനി അവനെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവൾക്കറിയാം ഇനിയുള്ള ജീവിതം ഇതുവരെയുള്ളതുപോലെ ആയിരിക്കില്ലെന്ന്. ഒരു അധ്യായം അവസാനിക്കുകയാണ്. ഭർത്താവിന്റെ കുടുംബം എമിലിയോട് എന്നും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. അവൾ തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഭർത്താവിന്റെ വേർപാട് അവളുടെ മനസ്സിൽ ഏകാന്തത സൃഷ്ടിച്ചു. ഒരുതരം ശൂന്യത. ആ ഒരിടത്തിലേക്കാണ് സുമുഖനായ ഒരു പുരോഹിതൻ കടന്നു വന്നത്, ബിഷപ്പ് എഡ്വേർഡ്. അയാൾ അവൾക്ക് പുതിയൊരു ജീവിതം നൽകാൻ തയ്യാറായിരുന്നു. വിവാഹത്തിന് അവൾക്കും സമ്മതമായിരുന്നു. എമിലിക്കും കുട്ടികൾക്കും പുതിയൊരു ജീവിതം ലഭിക്കുന്നതിൽ എഗ്ദൽ കുടുംബത്തിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നു. മാന്യനായ ഒരു പുരോഹിതനെ എന്തിനു വേണ്ടെന്ന് വെക്കണം. അങ്ങനെ വിവാഹശേഷം എമിലിയും കുട്ടികളും എഡ്വേർഡിന്റെ കടൽത്തീര വസതിയിലേക്ക് താമസം മാറി. ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന സകലതും ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു അവർ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പഴയ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ ഇതൊന്നും കൊണ്ടുവരരുത് എന്ന് എഡ്വേർഡ് കർശനമായി നിർദ്ദേശിച്ചു. വിലക്കുകളുടെ വീർപ്പുമുട്ടൽ അവർ അറിയുകയാണ്. എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന, സ്നേഹത്തിന്റെ ഊഷ്മളമായ സാന്ത്വനവും ശുദ്ധവായുവും ഉണ്ടായിരുന്ന എഗ്ദൽ കുടുംബത്തിൽ നിന്നാണ് വിലക്കുകളുടെ ലോകത്തിലേക്ക് അവർ എത്തുന്നത്. അവിടെ ശരിക്കും വീർപ്പുമുട്ടുന്നത് അലക്സാണ്ടർ ആയിരുന്നു. കർക്കശക്കാരനായ രണ്ടാനച്ചൻ, ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടു എന്ന് കണക്കെ കടുംപിടുത്തക്കാരിയായ അയാളുടെ സഹോദരി ഹെൻറിറ്റ, കൊതിയും നുണയും പറയുന്ന വേലക്കാരി ജസ്റ്റിന, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മായിയും. അലക്സാണ്ടർക്ക് ഇവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല, എഡ്വേർഡിനെ പ്രത്യേകിച്ച്.
വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അയാളുടെ സ്വഭാവം എന്ന് ഫെനിക്കും തോന്നി തുടങ്ങി. അയാളെ മുന്നിൽ കാണുമ്പോഴെല്ലാം അലക്സാണ്ടറിലെ റിബൽ ഉണർന്നു. അവന്റെ മനസ്സ് നിരന്തരം അയാളുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. അതോടെ കൂടുതൽ നേരവും ഭാവനയിലും സ്വപ്നങ്ങളിലുമായി മുഴുകുകയായി അലക്സാണ്ടർ. സ്വപ്നം കാണുക എന്നത് ചുറ്റുപാടിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമോ പ്രതിരോധമോ ആയിരുന്നു അവന്. മരിച്ചുപോയ പിതാവിന്റെ പ്രേതം ഇടയ്ക്കിടെ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ അമ്മ തന്നെ നാടോടി സർക്കസുകാർക്ക് വിറ്റു എന്ന് അവൻ ഭാവനയിൽ കണ്ടു. അത് സത്യമെന്ന മട്ടിൽ ജസ്റ്റിനയോടും മറ്റും പറയുകയും ചെയ്തു. ഇതറിഞ്ഞ എഡ്വേർഡ് എന്തിനാണ് എപ്പോഴും കള്ളം മാത്രം പറയുന്നതെന്ന് അവനോട് ചോദിച്ചു. തർക്കരൂപത്തിലായിരുന്നു അവന്റെ മറുപടി. സത്യവും അസത്യവും സംബന്ധിച്ച് ഒരു കുട്ടിയുടെ ബോധ നിലവാരത്തിനപ്പുറത്ത് നിന്നാണ് അലക്സാണ്ടർ സംസാരിക്കുന്നത് എന്ന് എഡ്വേർഡിന് മനസ്സിലായി. ഇതവനെ കൂടുതൽ നോട്ടപ്പുള്ളിയാക്കാനേ ഉപകരിച്ചുള്ളൂ. എഡ്വേർഡ് അവനെ പീഡിപ്പിക്കുകയും ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും പെരുപ്പിച്ചു കാട്ടി ശിക്ഷിക്കാനും തുടങ്ങി. എഡ്വേർഡിനെ വിവാഹം കഴിച്ചത് അബദ്ധമായി പോയെന്ന് എമിലിക്കും തോന്നി തുടങ്ങി. പ്രതീക്ഷകൾ തെറ്റി. എഡ്വേർഡിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയാതിരുന്നതിൽ അവൾ സ്വയം ശപിച്ചു. താൻ കാരണം തന്റെ കുട്ടികൾ ഈ ഗതി വരുത്തിവെച്ചതിൽ അവർ അമ്മയെ ശപിക്കുന്നുണ്ടാവില്ലേ? എമിലിയുടെയും കുട്ടികളുടെയും വിധിയോർത്ത് എഗ്ദൽ കുടുംബവും ഉത്കണ്ഠയിലാണ്. അവരും കാര്യങ്ങൾ അറിയുന്നുണ്ട്. എമിലിയും ഹെലനും ഇപ്പോഴും നല്ല ബന്ധത്തിലാണ്. ഒരു യാത്രക്കിടയിൽ അവർ കണ്ടുമുട്ടിയിരുന്നു. കുട്ടികൾ പോയതോടെ ഹെലൻ മാനസികമായി വിഷമത്തിലാണ്. മരിച്ചുപോയ ഓസ്കാറിനെ അവർ സ്വപ്നം കാണാറുണ്ട്. ഓസ്കാറിന്റെ പ്രേതം ചിലപ്പോൾ വീട്ടിനകത്ത് പ്രത്യക്ഷപ്പെടുന്നതായും അവർക്ക് തോന്നും. ചിലപ്പോൾ കടുത്ത ഏകാന്തത അനുഭവപ്പെടും. ഇതൊന്നും പോരാഞ്ഞ് പുതിയൊരു സംഭവം ഉണ്ടായി. വേലക്കാരി മാജ ഗർഭിണിയായിരിക്കുന്നു. കാരണക്കാരനായിരുന്നു ഗുസ്തവ്. കുടുംബത്തിന് ചീത്തപ്പേര് വരാൻ ഇനി എന്തു വേണം? ഇതിനിടെ എമിലിയും ഗർഭിണിയായി. എഡ്വേർഡിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോഴും അവൾ ചിന്തിച്ചത് അയാളിൽ നിന്നും മോചനം നേടുന്നതിനെ പറ്റിയാണ്. ഈ തടവറയിൽ നിന്ന് തനിക്കും കുട്ടികൾക്കും രക്ഷപ്പെട്ടേ പറ്റൂ. അലക്സാണ്ടർ ആവട്ടെ ദിവസം കഴിയും തോറും ഓരോരോ കുഴപ്പം വരുത്തിവെക്കുകയാണ്. പാവം. ഒരു ദിവസം അവൻ എഡ്വേർഡിന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയെ കണ്ടെത്രേ. അവരെയും അവരുടെ 2 കുഞ്ഞുങ്ങളെയും എഡ്വേർഡ് തടവറയിലിട്ട് പീഡിപ്പിക്കുകയും 5 ദിവസത്തോളം തുള്ളി വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും ഒടുവിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ദുരൂഹമായി മരണം വരിച്ചതുമെല്ലാം ആ സ്ത്രീ അവനോട് പറഞ്ഞു. ഭാവനയിൽ കണ്ടതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് പേടിപ്പിക്കുന്നത് പണ്ടേ അലക്സാണ്ടറുടെ പതിവായിരുന്നല്ലോ. ഇത്തവണയും അവന്റെ നാവ് അടങ്ങിയിരുന്നില്ല. വള്ളി പുള്ളി തെറ്റാതെ എല്ലാം ജസ്റ്റിനയോട് പറഞ്ഞു. സംഗതി എഡ്വേർഡിന്റെ കാതിലുമെത്തി. അയാൾ സ്തബ്ധനായി. തന്റെ പൂർവ്വകാല ജീവിത രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുകയാണ്. ഈ രഹസ്യങ്ങളെല്ലാം അലക്സാണ്ടർ എങ്ങനെ തപ്പിയെടുത്തു? മാനസികമായി പതറിപ്പോയ എഡ്വേർഡ് കൂടുതൽ ക്രൂരമായി അലക്സാണ്ടറിനോട് പെരുമാറാൻ തുടങ്ങി. മുറിയിൽ പൂട്ടിയിട്ടു. കാര്യങ്ങൾ അപകടകരമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എമിലിക്ക് മനസ്സിലായി. എഡ്വേർഡിന്റെ തടവറയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനുള്ള ദൗത്യവുമായാണ് അടുത്ത ദിവസം ഐസക് ജക്കോബി അവിടെ എത്തുന്നത്. നേരെ ചൊവ്വയുള്ള ഇടനില ശ്രമം പരാജയപ്പെടുമ്പോൾ മാന്ത്രിക വിദ്യയുടെ സഹായത്തോടുകൂടെ കുട്ടികളെ പെട്ടിയിലാക്കി കടത്തുകയാണ് അയാൾ. അലക്സാണ്ടറും ഫെനിയും ഐസക്കിന്റെ കൂടെ എത്തിപ്പെടുന്നത് അത്ഭുതകരമായ മറ്റൊരു ലോകത്തേക്കാണ്. ഐസക്കിന്റെ പുരാവസ്തു വ്യാപാര കേന്ദ്രം. അലക്സാണ്ടറുടെ ഭാവനാ ലോകത്തെ പോലും വെല്ലുന്ന മാന്ത്രിക ലോകം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീളുന്ന രാവണൻ കോട്ടയുടെ ഇടനാഴികളെ ഓർമ്മിപ്പിക്കുന്ന അകത്തളങ്ങൾ. മുറികൾ നിറയെ പുരാവസ്തുക്കളും പാവകളും. പൗരാണികമായ ഗന്ധം, നിഴലും വെളിച്ചവും. അവിടെ 2 മനുഷ്യരെ അലക്സാണ്ടർ പരിചയപ്പെട്ടു. ഐസക്കിന്റെ അനന്തരവന്മാരായ ആറോണും ഇസ്മായിലും. ഇസ്മായിൽ ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. ഭാവനയും യാഥാർത്ഥ്യവും ഇടകലരുന്ന ആ ലോകത്ത് അലക്സാണ്ടർ ചരട് വിട്ട പട്ടം കണക്കെ പാറി നടന്നു. ഇതിനിടെ ഗർഭിണിയായ എമിലി എഡ്വേർഡിന് മയക്ക ഗുളിക നൽകിയതിനു ശേഷം വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാനച്ഛന്റെ ദുർമരണത്തെക്കുറിച്ച് പ്രവചനാത്മകമായി അലക്സാണ്ടർ ദുസ്വപ്നം കണ്ടിരുന്നു. അവൻ അത് ഇസ്മായിലിനോടും മറ്റും പറയുകയും ചെയ്തിരുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും ഇത് അത്ഭുതകരമായി വീണ്ടും ഒന്നിക്കുന്നു. അതിന്റെ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും എന്തായാലും എഡ്വേർഡിന്റെ ദുർമരണത്തിലൂടെ അലക്സാണ്ടർ സ്വതന്ത്രനായി. സ്വന്തം പിതാവിന്റെ മരണം അനാഥമാക്കിയ കുടുംബത്തിലേക്ക് ഒരു രക്ഷകനെ പോലെ കടന്നു വരികയും ഒടുവിൽ ഒരു പിശാചിന്റെ രൂപം എടുക്കുകയും ചെയ്ത മനുഷ്യനിത ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി ആ മനുഷ്യന്റെ ഓർമ്മകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയുമോ? മനുഷ്യൻ എന്നത് ചരടിൽ ചാടുന്ന കളിപ്പാവകൾ മാത്രമാണോ? സത്യത്തിനും അസത്യത്തിനും ഇടയിൽ, യാഥാർത്ഥ്യത്തിനും ഭാവനകൾക്കുമിടയിൽ അതിർവരമ്പുകൾ ഇടുന്നത് ആരാണ്? ഒരുപക്ഷെ ഈ ചലച്ചിത്രം മുഴുക്കെ അലക്സാണ്ടർ എന്ന ബാലന്റെ സ്വപ്നമായിരുന്നു. തുടക്കത്തിൽ എന്ന പോലെ ഫെനി ആൻഡ് അലക്സാണ്ടർ അവസാനിക്കുന്നതും ഒരു ആഘോഷ വിരുന്നിലാണ്. 2 പുതിയ അതിഥികളെ എഗ്ദൽ കുടുംബത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഗുസ്തവിന് വേലക്കാരിയിൽ ഉണ്ടായ കുഞ്ഞാണ് അതിലൊന്ന്. മറ്റേ അതിഥി എമിലിയുടെ ഉദരത്തിൽ എഡ്വേർഡിനുണ്ടായ കുഞ്ഞ്. മുൻവിധികളില്ല, മുറുമുറുപ്പുകളില്ല. കൈവഴികളെ നദി തിരിച്ചു പിടിക്കുന്നത് പോലെ, പ്രവാഹങ്ങളെ കടൽ മാറോടണയ്ക്കുന്നത് പോലെ 2 കണ്ണികളെ ഹൃദയവിശാലതയുള്ള ആ കുടുംബം ഏറ്റുവാങ്ങുകയാണ്. ഒരു അധ്യായം അവസാനിക്കുമ്പോൾ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. ചരിത്രം അത് അവസാനിക്കാനുള്ളതല്ലല്ലോ.